എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ വർഷം 2025 നടന്ന 10th ലെവൽ പ്രിലിംസിന് ചോദിച്ച ജീവശാസ്ത്ര വിഭാഗത്തിലെ ചോദ്യങ്ങളാണ്. ബയോളജി വിഭാഗത്തിലെ ചോദ്യങ്ങൾ 10 മാർക്ക് നമുക്ക് നേടിത്തരുന്ന ബയോളജിയിൽ നിന്നുള്ള തെരഞ്ഞെടുത്ത മുൻവർഷ ചോദ്യങ്ങളാണ്. അപ്പോൾ അതൊരു നല്ലൊരു റിവിഷൻ ആയിരിക്കും നിങ്ങൾക്ക് 10th ലെവൽ പ്രിലിംസ് എഴുതാൻ പോകുന്നവർക്ക്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, സസ്യങ്ങളിൽ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ഓവ്യൂൾ വിത്താകുന്നു. സസ്യങ്ങളിൽ ബീജസംയോഗത്തിന് ശേഷം ഓവ്യൂൾ വിത്താകുന്ന പ്രവർത്തനമാണ് നടക്കുന്നത്. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, എക്സിറ്റീവ് കൺസർവേഷന് ഉദാഹരണം ഏത്? എക്സിറ്റീവ് കൺസർവേഷന് ഉദാഹരണമാണ് നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡനുകൾ. ഉത്തരം ഓപ്ഷൻ സി ആണ്. എക്സിറ്റീവ് കൺസർവേഷന് ഉദാഹരണം ബൊട്ടാണിക്കൽ ഗാർഡനുകൾ. അടുത്ത ചോദ്യം, ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഗോൾജി കോംപ്ലക്സ് ആണ് ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം. ഉത്തരം ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി, ഗ്ലോബുലിൻ ആണ് രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ. ഉത്തരം ഓപ്ഷൻ ബി, ഗ്ലോബുലിൻ. രക്തത്തിൽ കാണുന്ന പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിന്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ലിപ്പേസ് ആണ് മാംസ്യത്തിന്റെ ദഹനവുമായി ബന്ധമില്ലാത്തത്. ബാക്കി മൂന്നും പ്രോട്ടിയേസ്, പെപ്സിൻ ആൻഡ് ട്രിപ്സിൻ മാംസത്തിന്റെ ദഹനവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. വേനൽക്കാലത്ത് വാസോപ്രസിന്റെ അളവ് കുറവായിരിക്കും. ഇത് തെറ്റായ പ്രസ്താവനയാണ്. ദാഹം കൂടുമ്പോൾ വാസോപ്രസിന്റെ അളവ് കൂടുതലാണ് വരിക. അതായത് വൃക്കയിൽ ജലത്തിന്റെ പുനരാഗിരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നു. ശരിയായ പ്രസ്താവന. മഴക്കാലത്തും തണുപ്പുകാലത്തും വാസോപ്രസിന്റെ ഉൽപാദനം കുറവായിരിക്കും. അതായത് മഴക്കാലത്തും തണുപ്പുകാലത്തുമാണ് വാസോപ്രസിന്റെ ഉൽപാദനം കുറവായിരിക്കുക, വേനൽക്കാലത്ത് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് തെറ്റായ പ്രസ്താവന. വാസോപ്രസിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിന്റെ പുനരാഗിരണം കുറയും. അതും ശരിയായ പ്രസ്താവനയാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരം. അതാണ് തെറ്റായ പ്രസ്താവന. അടുത്ത ചോദ്യം, രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക. എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസ് ആണ്. ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. ഡിഫ്തീരിയ, മലമ്പനി എന്നിവ വൈറസ് രോഗങ്ങളാണ്. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവയ്ക്ക് കാരണം ബാക്ടീരിയ ആണ്. ഇതിൽ നിന്ന് ശരിയും കണ്ടെത്തണം, തെറ്റും കണ്ടെത്തണം. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായത്. കാരണം ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസ്താവന ശരിയും മൂന്നാമത്തെയും നാലാമത്തെയും പ്രസ്താവന തെറ്റുമാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ്. എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസാണ്. ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. ഇവ രണ്ടും ശരിയായ പ്രസ്താവനയാണ്. അതേസമയം മൂന്നാമത്തെയും നാലാമത്തെയും പ്രസ്താവന തെറ്റാണ്. അതുകൊണ്ട് ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, ക്യൂണിക്കൾച്ചർ താഴെ തന്നിരിക്കുന്ന ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി, മുയൽ വളർത്തൽ. മുയൽ വളർത്തലുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് കൂണിക്കൾച്ചർ. മുയൽ വളർത്തലിന്റെ ശാസ്ത്രീയ നാമമാണ് കൂണിക്കൾച്ചർ. നമുക്കറിയാം, കുറേ കാര്യങ്ങളുടെ ഇങ്ങനെയുള്ള ശാസ്ത്രീയ പേരുകൾ നമ്മൾ പഠിച്ചു വയ്ക്കണം. അപ്പോൾ അതിൽ നിന്നും സാധാരണ ചോദ്യങ്ങൾ വരാറുണ്ട്. എളുപ്പത്തിൽ പഠിച്ചു വയ്ക്കാവുന്നതും എന്നാൽ 1 മാർക്ക് എളുപ്പത്തിൽ നേടാവുന്നതുമായ ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ അത് പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. കൂണിക്കൾച്ചർ, മുയൽ വളർത്തൽ. അടുത്ത ചോദ്യം, കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, തെന്നി നീങ്ങുന്ന സന്ധി.
നമ്മൾക്കറിയാലേ കുഴ തെന്നി നീങ്ങി എന്നെല്ലാം നമ്മൾ പറയാറുണ്ട്. അപ്പോൾ തെന്നി നീങ്ങുന്ന അസ്ഥിസന്ധിയാണ് കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണുന്ന അസ്ഥിസന്ധി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം, സിനാപ്സ് എന്തുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക? 2 നെഫ്രോണുകൾക്കിടയിൽ കാണപ്പെടുന്നു. പേശീകോശത്തിനും ന്യൂറോണിനുമിടയിൽ കാണുന്നു. 2 ന്യൂറോണുകൾക്കിടയിൽ കാണുന്നു. 2 പേശീകോശങ്ങൾക്കിടയിൽ കാണുന്നു. ഇവിടെ ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം ശരിയാണ്. പേശീകോശത്തിനും ന്യൂറോണിനും ഇടയിൽ കാണുന്നു. 2 ന്യൂറോണുകൾക്കിടയിൽ കാണുന്നു. അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ ബി, രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനകളാണ് ശരി. അടുത്ത ചോദ്യം, അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചു. ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു? നമുക്കറിയാം, സെറിബെല്ലം നമ്മുടെ ശരീരത്തിന്റെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് സെറിബെല്ലം. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചാൽ ആ വ്യക്തിയുടെ ശരീര തുലന നില പാലിക്കപ്പെടുന്നില്ല. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ. അടുത്ത ചോദ്യം, ശരിയായ ജോഡി കണ്ടെത്തുക. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു. വാൾട്ടർ ജി റോസൻ. ഇതാണ് ഇവിടുത്തെ ശരിയായ ജോഡി. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് വാൾട്ടർ ജി റോസൻ. ബാക്കി 3 കാര്യങ്ങളും തെറ്റാണ്. അതുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലം. അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലമാണ് പെരിയോസ്റ്റിയം. ഉത്തരം ഓപ്ഷൻ സി, പെരിയോസ്റ്റിയം. മനുഷ്യ ശരീരത്തിന്റെ കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനും ആയതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിന്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല. ഇവിടെ പരാമർശിക്കുന്ന ജീവകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ജീവകം കെ ആണ്. മനുഷ്യ ശരീരത്തിന്റെ കുടലിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ജീവകം കെ, അതായത് വിറ്റമിൻ കെ നിർമ്മിക്കാനുള്ള ശേഷിയുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൽ ഈ ലഭിക്കേണ്ട ഈ ജീവകത്തിന്റെ അളവ് കുറച്ചു കുറഞ്ഞാലും നമുക്ക് അപര്യാപ്ത വരില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ, ജീവകം കെ. അടുത്ത ചോദ്യം, തെങ്ങോലകളിലെ മഞ്ഞളിപ്പിന് കാരണം ഏത് മൂലകത്തിന്റെ കുറവാണ്? ഉത്തരം ഓപ്ഷൻ എ, നൈട്രജൻ. നമുക്കറിയാം NPK മിശ്രിതം അല്ലെങ്കിൽ NPK വളമൊക്കെ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം വളമൊക്കെ നമ്മൾ തെങ്ങിന് ഇട്ട് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ തെങ്ങോലകളിലെ മഞ്ഞളിപ്പിന് കാരണമായ മൂലകത്തിന്റെ കുറവാണ് നൈട്രജൻ. ഇതിൽ പൊട്ടാസ്യം തന്നിട്ടുണ്ട്. മഞ്ഞളിപ്പിന് കാരണം നൈട്രജൻ ആണ്. നൈട്രജന്റെ അപര്യാപ്തതയാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, വൈറസ് ആണ് മഞ്ഞപ്പനി പരത്തുന്ന രോഗം. അടുത്ത ചോദ്യം, പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മെയ് 23 പ്രാധാന്യം. മെയ് 23 ലോക കടലാമ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി, മെയ് 23 ലോക കടലാമ ദിനം. അടുത്ത ചോദ്യം, കേരള സർക്കാരിന്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, വയോമധുരം. നമുക്കറിയാം, ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ തന്നെ മധുരമാണ്. അപ്പോൾ പ്രമേഹ രോഗികൾക്ക് ഗ്ലൂക്കോമീറ്റർ എന്ന് പറയുമ്പോൾ പ്രമേഹം, മധുരം കഴിച്ചിട്ട് വരുന്നത്, അല്ലെങ്കിൽ മധുരം കഴിക്കാൻ പറ്റില്ല പ്രമേഹ രോഗികൾക്ക്. അതുകൊണ്ട് തന്നെ മധുരം, വയോമധുരം. പ്രായമായ രോഗികൾക്ക് വയോമധുരം, ഓപ്ഷൻ ബി, ഓർത്തിരിക്കാൻ എളുപ്പത്തിന്. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം. ഉത്തരം ഓപ്ഷൻ സി, തിരുവനന്തപുരം തന്നെയാണ്. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം, ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, കാർഡിയോളജി ഏത് അവയവത്തിന്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാഖയാണ്? അത് ഒരുവിധം എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാ ഹോസ്പിറ്റലിലും കാർഡിയോളജി വിഭാഗം കാണുന്നതാണ്. അത് ഹൃദയവുമായി ബന്ധപ്പെട്ട വൈദ്യശാസ്ത്ര ശാഖയാണ് കാർഡിയോളജി. ഉത്തരം ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം,
ജീവമണ്ഡലത്തിന്റെ ജൈവസമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? ഇത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടു. ഇതിനു മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ശരിയായ ജോഡി കണ്ടെത്താൻ വന്നു. ഇത് വീണ്ടും ക്വസ്റ്റ്യനായി വന്നു. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ്. ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മളുടെ വീഡിയോയിലൂടെ നൽകുന്നത്. അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള സബ്ജക്റ്റുകളിലും മറ്റു ടോപ്പിക്കുകളിലും നമ്മൾ ഇതുപോലെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കത് എത്രയായാലും ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. റിവിഷൻ ചെയ്യാൻ നല്ലൊരു വീഡിയോകളായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ അടുത്ത ചോദ്യം, ജീവമണ്ഡലത്തിലെ ജൈവസമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, വാൾട്ടർ ജി റോസൺ. അടുത്ത ചോദ്യം, അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, പ്ലാസൻ്റയാണ്. നമുക്കറിയാം പ്ലാസൻ്റ മുറിച്ച് മാറ്റിയാണ് അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിനെയൊക്കെ പുറത്തെടുക്കുന്നത്. അപ്പോൾ രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ആണ് പ്ലാസൻ്റ. അടുത്ത ചോദ്യം, കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സ്ക്ലീറൻ കൈമയാണ്. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല. ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കലയാണ് സ്ക്ലീറൻ കൈമ, ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം. ഉത്തരം ഓപ്ഷൻ ബി, വില്ലസുകൾ. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് വില്ലസുകൾ. നമുക്കറിയാം ചെറുകുടലിനകത്തുള്ള ഭാഗമാണ്, അതിലുള്ള ഒരു പാർട്ടാണ് വില്ലസുകൾ. പോഷകാഗിരണത്തെ സഹായിക്കുന്നവയാണ് വില്ലസുകൾ. ഉത്തരം ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ. ഉത്തരം ഓപ്ഷൻ സി, വൃക്കാധമനി. വൃക്കാധമനിയാണ് വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ. അടുത്ത ചോദ്യം, നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇവിടെ കണ്ണിന്റെ ലെൻസിന്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലം വരുന്ന രോഗമാണ് സീറോഫ്താൽമിയ. വൈറ്റമിൻ ബിയുടെ കുറവ് നിശാന്തതയ്ക്ക് കാരണമാകുന്നു. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. ഇവിടെ അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായി വരിക. കാരണം ആദ്യത്തെ രണ്ട് പ്രസ്താവനകളും തെറ്റാണ്. അതിന് മൂന്നാമത്തെയും നാലാമത്തെയും ശരിയായ പ്രസ്താവനകളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായി വരിക. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ, അത് ശരിയാണ്. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. ഇത് രണ്ടും ശരിയായ പ്രസ്താവനകളാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം മൊനീറയാണ്. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളാണ് മൊനീറ. നമ്മൾ ജീവിവിഭാഗങ്ങളിൽ നമ്മൾ പഠിക്കുന്നതാണ്. മൊനീറയാണ് ഏകകോശ ജീവികൾ, ന്യൂക്ലിയസ് ഇല്ലാത്തത്. അടുത്ത ചോദ്യം, ഭീമാകാരത്വം ഏതു ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്? ഉത്തരം ഓപ്ഷൻ ഡി, സൊമാറ്റോട്രോപ്പിന്റെ ഏറ്റക്കുറച്ചിലുകളുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗമാണ് ഭീമാകാരത്വം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം, കോശശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. നമുക്കറിയാം ധാരാളം ക്വസ്റ്റ്യനുകൾ പ്രസ്താവന ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നു. നിങ്ങൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഓപ്ഷനുകൾ ശരിയോ തെറ്റോ എന്ന് കണ്ടുപിടിച്ച് അതിൽ നിന്നും ഓപ്ഷനുകൾ കണ്ടെത്താൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സമയം എളുപ്പത്തിൽ സേവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സമയബന്ധിതമായി പരീക്ഷകൾ
തീർക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കണം ഈ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യനുകൾ വരുമ്പോൾ. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന, കോശശ്വസനത്തിൻ്റെ ആദ്യഘട്ടം കോശദ്രവ്യത്തിൽ വെച്ചും രണ്ടാം ഘട്ടം റൈബോസോമിൽ വെച്ച് നടക്കുന്നു. ആദ്യഘട്ടമായ ഗ്ലൈക്കോലിസിസിന് ഓക്സിജൻ ആവശ്യമാണ്. ഗ്ലൈക്കോലിസിസിൻ്റെ ഫലമായി 28 ATP തന്മാത്രകൾ ഉണ്ടാകുന്നു. ഗ്ലൈക്കോലിസിൽ ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡായി മാറുന്നു. ഇവിടെ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. നമ്മൾ വായിച്ച എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണുന്നത്? വിട്രിയസ് ദ്രവം നമുക്കറിയാം കണ്ണിലെ ദ്രവമാണ് വിട്രിയസ് ദ്രവം. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരമായി വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ തിരഞ്ഞെടുത്ത സയൻസ് ബയോളജി വിഭാഗത്തിലെ കഴിഞ്ഞ വർഷം നടന്ന 10th ലെവൽ പ്രിലിംസിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ എടുത്തിരുന്നത്. അത് നിങ്ങൾക്ക് ഉറപ്പായും ഈ വർഷത്തെ 10th ലെവൽ പ്രിലിംസിന് ഉപകരിക്കപ്പെടും. ഒരു റിവിഷനായി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഏത് ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യനുകൾ വരുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ വീഡിയോയിലൂടെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നന്നായി പഠിച്ച് പരീക്ഷ നല്ല രീതിയിൽ വിജയിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ.